മത്തായി അതിനെങ്കിൽ നമ്മുടെ പദമാണ് പല പ്രാവശ്യം നമ്മുടെ ദൈവം സൂക്ഷിക്കുകയും പ്രാർത്ഥനയിൽ സൂമിലൊക്കെ നന്നായി ദൈവം സൂക്ഷിക്കുന്നതായിരിക്കും. കർത്തദാസിനെ ഓർത്ത് കർത്താവ് സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള വിഷയങ്ങൾ കർത്തദാസ സമയം ഉപയോഗിക്കുന്നതായിരിക്കും. ജോൺ മത്തായി അതിരിങ്കൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥനയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി കടന്നു വരുവാൻ കർത്താവിടേക്കതിനാൽ സ്തോത്രം ചെയ്യുന്നു. വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ വറീസ് ബി പാസ്റ്റർ, കർത്താവിൻ്റെ ദാസി സ്കറിയ പാസ്റ്റർ, അങ്ങനെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ധാരാളം ദൈവദാസന്മാര് പങ്കെടുക്കുന്ന മീറ്റിംഗാണ്. ആ മീറ്റിങ്ങില് ഇങ്ങനെ ദൈവവചനം പറയുവാൻ കർത്താവ് തന്ന ഈ അവസരത്തിന് നന്ദിയോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ കാലയളവിലും ദിവസങ്ങളിലെല്ലാം DPMന് വേണ്ടി പേഴ്സണലി പ്രാർത്ഥിക്കുവാൻ, കുടുംബ പ്രാർത്ഥനയിൽ വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ഞങ്ങൾക്ക് ഞാൻ അവസരം തരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്റെ മിനിസ്ട്രി ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്. കണ്ട നാൾ മുതൽ കർത്താവിൻ്റെ ദാസന്റെ അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾ, ഈ DPM, ഈ പ്രയർ മിനിസ്ട്രി ധാരാളം പേർക്ക് അനുഗ്രഹമായിരിക്കാൻ നമ്മൾ അറിയാത്ത ഇടങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നാം അറിയുന്നില്ല. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചിലപ്പോൾ നമുക്ക് അത് നമ്മുടെ കൺമുൻപിലായിരിക്കുകയില്ല അതിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് എവിടെല്ലാം പ്രവർത്തിക്കണോ അവിടെല്ലാം പ്രവർത്തിച്ച കർത്താവിൻ്റെ ആ വലിയ വേല ചെയ്തെടുക്കുവാൻ കർത്താവ് ഓരോരുത്തരെ ഉപയോഗിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ സമയക്കുറവിനാൽ വളരെ ഷോർട്ടായിട്ട് ഒരു എക്സ്പോസിറ്ററി മെസ്സേജ് അല്ല, ഒരു ധ്യാന പഠനത്തിനായിട്ട് എൻ്റെ മനസ്സിൽ 1-2-3 വിഷയങ്ങൾ വന്നു. ലാസ്റ്റിൽ ഇതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. തെസ്സലോനിക്കർക്ക് 1 തെസ്സലോനിക്കർ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 6-ാം വാക്യം 7-ാം വാക്യം ഞാൻ വായിക്കുന്നു. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവസന്നിധിയിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്നും അവർ തന്നെ പറയുന്നു. വളരെ വിശാലമായി പറയേണ്ട ഒരു ടെക്സ്റ്റാണ്. എന്നാൽ വളരെ ഒരു കാര്യം മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സമയക്കുറവിനാലും അത് ആ സമയത്ത് ഞാൻ നിർത്തും. ഒരു കാര്യം മാത്രം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ആ സഭയുടെ ക്വാളിറ്റി, ദി ക്വാളിറ്റി ഓഫ് ദി ചർച്ച് ഇൻ തെസ്സലോനിക്ക. തെസ്സലോനിക്കയിലുള്ള സഭയുടെ ക്വാളിറ്റി, അതൊരു ആ 7-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്കെല്ലാം മാതൃകയായി തീർന്നു. എല്ലാവർക്കും, എവരി ചർച്ച്, എല്ലാ ചർച്ചിനും നിങ്ങളൊരു മാതൃകാ സഭയായി തീർന്നു. എന്തുകൊണ്ടാണ് ഒരു മോഡൽ ചർച്ച് ആയത്? ഒരു പെർഫെക്റ്റ് ചർച്ച് എന്ന് പറയുന്നില്ല, ഒരു പൂർണ്ണമായ ഒരു ചർച്ച്, എല്ലാം തികഞ്ഞ ഒരു ചർച്ച് എന്നല്ല പറയുന്നേ, ഒരു മോഡൽ ചർച്ചും. ഒരു ചർച്ചും ഒരു പെർഫെക്റ്റ് ചർച്ച് ആകുന്നു എന്ന് പറയുന്നില്ല. ഈ ഭൂമിയിൽ ഒരു സഭയും, ലോക്കൽ ചർച്ചുകൾ, കർത്താവിന്റെ സഭ പെർഫെക്റ്റ് ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ യൂണിറ്റ് അങ്ങനെയുള്ള ആ സഭയില് പറയുന്നു. പക്ഷേ നിങ്ങള്
ബട്ട് യു ആർ എ മോഡൽ ചർച്ച്. നിങ്ങളൊരു മാതൃകാ സഭയാണ്. അത് അതിനകത്തില് 6 മുതൽ 10 വരെയുള്ള ഞാൻ വായിച്ച ആ വാക്യത്തിൽ എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ പറയുന്നു. എന്താണ് ക്രൈറ്റീരിയ? എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സഭയെ നോക്കിയിട്ട് പറയും എന്താണ് ആ മാതൃക? നല്ല വർക്കിംഗ് പ്ലേസ്, നല്ല കാർ പാർക്കിങ്, നല്ല മ്യൂസിക് ടീം, നല്ല ഹോള്, AC എല്ലാം നല്ല ആള്, നല്ല ചെന്ന് കയറിയാൽ തന്നെ ഇറങ്ങിപ്പോ. ഇങ്ങനൊക്കെ നമ്മൾ പല ക്രൈറ്റീരിയ. പക്ഷെ ഇവിടെ പറയുന്നു അതൊന്നും അല്ല. പെർഫോമൻസോ വർഷിപ്പ് ലീഡർമാര് കൂടുതലുണ്ടെന്നോ നല്ല ഹോളാണെന്നോ ഇതൊന്നും അല്ല ഇവിടെ പറയുന്നേ. ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പിരിച്വാലിറ്റി ഓഫ് ഈച്ച് ബിലീവർ. ദൈവ മക്കളുടെ ആത്മീയതയിലാണ്, അവരുടെ തികവായിട്ടുള്ള ആത്മീയതയിലാണ്, ദൈവം ആഗ്രഹിക്കുന്ന വചനപ്രകാരമുള്ള ആത്മീയതയിലാണ് ഒരു ചർച്ച് ഒരു മാതൃകാ സഭയായിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു വിശ്വാസിയുടെ സ്പിരിച്വാലിറ്റി വളരെ ആഴത്തിലുള്ളതാണെങ്കിൽ, വിശ്വാസികളുടെ സ്പിരിച്വാലിറ്റി വളരെ റൂട്ടഡ് ആണെങ്കിൽ ആ സഭയെക്കുറിച്ച് പറയുന്നത് അങ്ങനെ വിളിക്കുന്ന സഭ. അതുകൊണ്ടാണ് ഇവിടെ ഒരു മോഡൽ ചർച്ച ആണെന്ന് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവരെ കുറിച്ച് പറയുന്ന ഇത് അവരുടെ ക്വാളിറ്റി ആണെങ്കിൽ അവരുടെ ഐഡന്റിറ്റി എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് വിശദീകരണം ആവശ്യമുള്ള ഒരു പോർഷനാണ്. എന്താണ് അവരുടെ ഐഡന്റിറ്റി? എന്താണ് അവരുടെ തിരിച്ചറിയൽ? അവരാരാണെന്നുള്ള ബോധ്യത. നമുക്കുണ്ടല്ലോ ഒരു ഐഡന്റിറ്റി കാർഡ്, ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലല്ലേ, ബാങ്കിൽ, അത് ആരാണ്? ഐഡന്റിറ്റി കാർഡ് കണ്ട അസിസ്റ്റന്റ് മാനേജറാണോ കേഷറാണോ അല്ലെന്നുണ്ടെങ്കിൽ CEO ആണോ? ഇതൊക്കെ ഇതുപോലെ നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് അവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട്. അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഇതാണ് അവരുടെ ഐഡന്റിറ്റി. യു ആർ ലവ്ഡ് ബൈ ഗോഡ് ആൻഡ് യു ആർ ചോസൺ ബൈ ഗോഡ്. അതാണ് ഐഡന്റിറ്റി. എങ്ങനെ സ്നേഹിച്ചു? എങ്ങനെ? ആ സ്നേഹത്തെ കുറിച്ച് അവർ പറയുന്നത്, ആ ദൈവികമായ ആ ബന്ധം, ആ എലക്ഷൻ ആൻഡ് ആ സ്നേഹം എങ്ങനെയാണ് അവരെ തിരഞ്ഞെടുത്തത്? അത് ആ ഐഡന്റിറ്റിയാണ് അവർ വെച്ച് പുലർത്തുന്നത്. ഇപ്പൊ താഴോട്ട് വരുമ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ വേല പറയാണ്. യുവർ ഫെയ്ത്ത് ഈസ് എവിഡൻസ്ഡ് ബൈ പ്രൊഡക്ഷൻ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം എവിഡൻസ് ബൈ അഫെക്ഷൻ. അത് നിങ്ങളുടെ സ്നേഹത്തിന്റെ പ്രയത്നം. അത് കഴിഞ്ഞിട്ട് അവരോട് പറയാണ് ദി കണ്ടിന്യൂറ്റി. അവരുടെ ആ പ്രത്യാശ, ആ കാത്തിരിക്കുന്ന എന്തായിരുന്നു അവരുടെ ബാക്ക്ഗ്രൗണ്ട്? 30 വർഷമായോ? ഉക്ക് സാഹിബിന്റെ കാലത്ത് തുടങ്ങിയതാണോ? 100 വർഷമായോ? ശതാബ്ദിയൊക്കെ ആഘോഷിച്ചോ? 17-ാം അധ്യായത്തിലാണ് അപ്പോസ്തല പ്രവൃത്തിയില് ദി ഒറിജിൻ, ഇവരാരായിരുന്നു, എപ്പോഴായിരുന്നു എന്ന് കാണുന്നത്. നിങ്ങൾ പിന്നെടുത്ത് വായിച്ചാൽ മതി. 3 ശബ്ബത്ത്, സെക്കൻഡ് മിഷണറി ജേർണിയിൽ 3 ശബ്ബത്തെ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച, 3 ശനിയാഴ്ച അവർ പറയുന്നത്, അവര് സിനഗോഗിൽ കൂടി യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് മശിയ അറിയാം. യഹൂദന്മാർക്ക് അവർക്ക് വരുന്ന മശിയ ആരാണെന്ന് അറിയാം. പക്ഷെങ്കിൽ നസറനായ അന്നത്തെ യഹൂദന്മാരുടെ ഇടയിൽ പറഞ്ഞിരുന്നത് നസറനായ യേശു എന്ന് പറയുന്ന ഒരു ഫേക്കാണ്, ഒരു പ്രിറ്റൻഡർ ആണ്, മശിയ ഒന്നും അല്ല, ചുമ്മാതാണ്. കൊണ്ട് ശിഷ്യന്മാര് കുറെ പേര് കൂടിയിട്ട് ചുമ്മാ കുറെ കഥയുണ്ടാക്കിയതാണ് എന്നെല്ലാം പറഞ്ഞ് യഹൂദന്മാരുടെ ഇടയിൽ എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം അങ്ങനെ പറയുവാണ്. മശിയ ഉണ്ട്, അഭിഷക്തനുണ്ട്, ഇതെല്ലാം ശരിയാ. പക്ഷെ നസ്രയനായ യേശു അല്ല അഭിഷക്തൻ. പിന്നെയോ പക്ഷെങ്കിൽ അപ്പോസ്തലൻ നിങ്ങൾ വായിച്ചാൽ മതി 17-ാം അധ്യായത്തിൽ, യേശു ക്രിസ്തു, നിങ്ങൾ പറയുന്ന നസറനായ ഈ യേശു തന്നെ മശിയാണെന്ന് തെളിയിച്ചു കൊടുത്തു, വിവരിച്ചു കൊടുത്തു. അവർ വിശ്വസിച്ചു, കുറെ പേര് വിശ്വസിച്ചു.
എന്നിട്ട് അവർക്ക് അവിടുന്ന് പോകേണ്ടി വന്നു. അവർ ബെരോ വഴി അവിടുന്ന് മാറി അഥേനായിൽ, കൊരിന്തിൽ അവിടെ വന്നപ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന് 2-3 ആഴ്ച അവിടെ ദൈവവചനം പറഞ്ഞായിരുന്നല്ലോ. അവര് കുറെ പേര് വിശ്വസിച്ചിരുന്നല്ലോ. അവരെ കുറിച്ച് അവരെങ്ങനാണ് കണ്ട ഒരു വേദന, ഒരു വിശ്വാസിയെ കുറിച്ചൊരു വേദന, ഞാൻ സുവിശേഷം പറഞ്ഞവരെ കുറിച്ചൊരു വേദന. എന്നിട്ട് അയക്കുകയാണ്, തിമത്യോസിനെ അയക്കുക. എങ്ങനുണ്ട്? 3 ആഴ്ചയാണല്ലോ അവിടെ പ്രസംഗിച്ചതും. അവര് വിശ്വസിച്ചു. അവിടെ ഒരു പാസ്റ്ററെ ആക്കിയിട്ടില്ല, ഒരു മൂപ്പനെ ആക്കിയിട്ടില്ല. അവിടെ വചനം അറിയാവുന്ന ആരുമില്ല. ഉള്ളി ന്യായപ്രമാണം, ലേഖനങ്ങളോ സുവിശേഷങ്ങളോ ഒന്നും എഴുതിയിട്ടില്ലാത്ത ഒരു കാലത്ത് ഇതായിരുന്നു അവരുടെ പശ്ചാത്തലം. ആ കാലത്ത് അവര് കേട്ട വചനത്തെ, അതുകൊണ്ടാണ് പറയുന്നത്, ഒന്ന് അവര് പറയുന്നു ദി അക്സെപ്റ്റൻസ് ഓർ ദി റിസെപ്ഷൻ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. എങ്ങനായിരുന്നു അവർ വചനം കേട്ടത്? നിങ്ങൾക്ക് ശ്രദ്ധിച്ചേ, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും. അപ്പോൾ ഒന്ന്, ആ വചനം 2:13 എഴുതിയിരിക്കുന്നു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ. നമ്മൾ ദൈവക്കളായ നമ്മള് വെർബൽ പ്ലീനറി ഇൻസ്പിറേഷനിലെല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മള്. ഈച്ച് ആൻഡ് എവരി കോമ ആരെഴുതിയാലും ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത് ആരാണെങ്കിലും ദൈവത്തിന്റെ ഇൻസ്പിറേഷനിൽ, ശ്വാസീയതയിൽ അവർ എഴുതിയെന്നും കുത്തിനും കോമയ്ക്കും വരെ അർത്ഥമുണ്ടെന്നും ഇൻസ്പയർഡ് ആണെന്നും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. ദൈവവചനമായിട്ട് അവർ കൈക്കൊണ്ട്, ദൈവവചനം സാക്ഷാൽ വചനമായിട്ട്, ഒന്ന് സന്തോഷത്തോടെ ദൈവവചനമായി കൈക്കൊണ്ടു. എങ്ങനെ ദൈവശ്വാസം അത് അവർ ഉൾക്കൊണ്ടെന്ന്. ഇന്ന് പലർക്കും അത് ഉൾക്കൊള്ളാനുള്ള അത് നമ്മളോടല്ല, അത് എന്നോടല്ല. എപ്പോഴും ഓർക്കണം, ദൈവത്തിന്റെ വചനം അതൊരു റെസ്റ്റോറേഷനിലേക്ക്, കേൾക്കുന്നത് നമ്മളെ മാനസാന്തരത്തിലേക്ക്, രൂപാന്തരത്തിലേക്ക്. ദൈവവചനത്തിന്റെ ശക്തി അതാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ആ സസ്റ്റൈനിങ് ഗ്രേസിൽ, ആ നിലനിൽക്കുന്ന കൃപയിൽ നമ്മളെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ വചനം. ആ വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ വചനം. നീതിമാൻ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ. ഞാൻ പലയിടത്ത് പ്രസംഗിക്കാനും ഒക്കെ പോകുന്നുണ്ട്. ഞാൻ വലിയ ക്രൗഡ് പുള്ളൊന്നുമല്ല. ഞാനൊരു സാധാരണ ഒരു ഉദ്ദേശിയ. ഞാൻ ചിലയിടത്തൊക്കെ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ചെല്ലുന്നുണ്ടേ. ചിലയിടത്ത് ചെല്ലുന്നുണ്ട് എന്നോട് പറയുന്നേ, ബാബുച്ചാന്റെ പ്രസംഗം ഒരു 50 വർഷത്തിന് മുമ്പുള്ള പ്രസംഗം. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് എന്തുവാന്നറിയാം? ഇളക്കുക. എന്തുവാ മനസ്സിലായില്ല. ആൾക്കാരെ ഇളക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച ദൈവമക്കളെ, രൂപാന്തരം വരാത്ത, എന്നെ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നയിക്കാത്ത, ഒരുപാട് കഷ്ടം സഹിക്കുന്ന സഭകൾ ചിതറിപ്പോകുന്നിടത്ത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലെ ആ ഭാവം നിങ്ങൾ ആയുധമായി ധരിക്കണം. ആയുധം എന്തിനാ? ടു ഡിഫെൻഡ്, ടു പ്രൊട്ടക്ട്, ടു ഒഫെൻഡ്. ഇതിനു വേണ്ടി ആയുധം. ആരാ പറയുന്നേ? ആയുധം എടുത്ത് വെട്ടിയ ഒരു പുള്ളി പറയുക, നിങ്ങൾ അതൊന്നും അല്ല എടുക്കണ്ടേ, അതിനൊന്നും നിലനിൽപ്പില്ല. നിങ്ങൾ എടുക്കേണ്ട ആയുധം യേശു ക്രിസ്തുവിന്റെ ഭാവമാണ്. ഇത് ആയുധമായിട്ട് എടുക്കേണ്ടിയെന്ന്. നിങ്ങളെ എതിരിടാൻ വരുന്ന ഉടനെ നിങ്ങൾ ഒഫൻഡ് ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ ഏതായുധം? അപമാനലക്ഷ്യമാക്കി. ക്രൂശിനെ സഹിച്ച യേശു ക്രിസ്തുവിന്റെ ഭാവം പറയാണ്. സന്തോഷത്തോടെ മച്ച് ഈ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ സാധാരണ വായിക്കുന്നുണ്ടേ, നമ്മൾ കേൾക്കുന്ന അവന്റെ വാക്ക് കൈക്കൊണ്ടവർ എന്ന് പറഞ്ഞാൽ, ആ വാക്ക് കൈക്കൊണ്ടവരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അവരെന്ത് ചെയ്യുന്ന? They received the word of God gladly.
വളരെ സന്തോഷത്തോടെ, വളരെ സന്തോഷത്തോടെ ആ വചനത്തിന്റെ ശക്തി, ആ വചനം കേൾക്കുമ്പോൾ ഉള്ള നമുക്കുള്ള അഫെക്ഷൻ, നമ്മൾ എന്താണെന്നും നമ്മൾ ആരാണെന്നും അതിനെക്കുറിച്ച് ആ സന്തോഷം, ആ ഗ്ലാഡ്ലി ഇത് കേൾക്കാനുള്ള ഒരു അത്യാർത്തി, സന്തോഷത്തോടെ കൈക്കൊണ്ട് ഒരു അവരുടെ കണ്ടീഷൻ നോട്ട് ഗോയിങ് എ സ്മൂത്ത് കണ്ടീഷൻ അല്ല, ഒരു 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 കംഫർട്ട് സോണിൽ ഇരുന്നല്ല ഇത് കേൾക്കുന്നത്. ഒരു കംഫർട്ട് സോൺ അല്ല, ഒരു ഈസി ചെയറിൽ ഇരുന്ന് കേൾക്കുകയല്ല. എല്ലാം ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇരിക്കുക ഇപ്പൊ ഇവിടെ ഇരുന്നുണ്ട് ലോകത്തിലെ സർവ്വകൾ. എന്നാൽ ഒരു 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പ്, ഒരു 50 വർഷം മുമ്പ് നമ്മുടെ ഇപ്പോഴത്തെ സൗകര്യം വല്ലതും ഉണ്ടോ? ഫ്രിഡ്ജ് ഉണ്ടോ? മൈക്രോവേവ് ഉണ്ടോ? അടുത്ത് കാണാമോ? ഫോണുണ്ടോ? സൂം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. എത്ര മൈല് നടക്കുക? ഇന്ന് ആരാ നടക്കുന്നേ? 10:30 തൊട്ട് 12:30 വരെ ആ ടൈം ഗ്യാപ്പിനകത്ത് ഉപവാസ പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച വരത്തില്ല. അതുകൊണ്ട് പാസ്റ്റർമാര് താണ് വീണ് പറയുക, നിർത്താമേ, 12:15 ആകുമ്പോ നിർത്താമേ, നിർത്താമേ. സന്തോഷത്തോടെ. അത് കഴിഞ്ഞിട്ട് ദൈവവചനമായി എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ കൈക്കൊണ്ടുന്ന, അതുപോലെ കൈക്കൊണ്ടു. നമ്മളെപ്പോലെ ഇത് കേട്ട് തഴമ്പിച്ചവരോ സ്റ്റാർ കണ്ട ഉടനെ ക്രിസ്മസാ, അന്നേരം അതെന്തോ ക്രിസ്മസ്, യേശു ജനിച്ചു, ഇതൊന്നും ഇനി ഒരാളോടും പറയണ്ട. പക്ഷെ അന്ന് അതല്ല, അന്ന് അതവർക്കറിയില്ല. ഈ ഭാഗങ്ങളിലൊന്നും ആർക്കൊന്നും അറിയില്ല. പക്ഷെ അവര് ആ വചനം, പൗലോസ അവർ അച്ഛൻ ഉപദേശിയ പോട്ടെ, അങ്ങനൊന്നും അല്ല. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം, ഇൻസ്പയർഡ് വചനമായി അവർ കൈക്കൊണ്ടിട്ട് അത് ഉള്ളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയും, എന്നിട്ട് ബഹു കഷ്ടം, ആ യുണീക്ക് ആ പാരൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കമ്പൽ, ബഹു കഷ്ടം ഒരു വശത്തെ, പക്ഷെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, ഇതാ ദൈവശക്തി, ഇതാ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവിന്റെ ശക്തി. ആത്മാവിന്റെ ശക്തി ചുമ്മാ സൈഡിൽ ഇരിക്കുന്നവരെ കൈകൊണ്ട് ഇടിക്കുന്നതാണ്. ചിലർക്കും കുഞ്ഞുഞ്ഞമ്മയ്ക്ക് ഭയങ്കര ശക്തിയാണ്. അതെന്തോ നമ്മൾ പറയുന്നത് എന്തുവാ? നമ്മൾ ഓർക്കുന്നത് ഇങ്ങനെ ചാടുന്നതായിരിക്കാം. അങ്ങനെ ഉണ്ടായിരിക്കാം, അങ്ങനെ ഉണ്ട്. മേപ്പോട്ടും കീപ്പോട്ടും ചാടും, ഉരുളും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ അത്യന്ത ശക്തി എന്ന് പറയുന്നത് വൈരുദ്ധ്യമായതിനെ അനുരഞ്ജനത്തിലേക്ക് കൊണ്ടിരുന്നു. ബഹുവിധ കഷ്ടം ഒരു സൈഡിൽ കിടക്കുക, സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ ദൈവവചനത്തെ കൈക്കൊണ്ടു. കണ്ടോ? മച്ച് ജോയോടെ, വളരെ സന്തോഷത്തോടെ. കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. കഷ്ടം ഉണ്ടാകുമ്പോൾ ഇടുക്കം ഉണ്ടാകുന്നത്, കഷ്ടം വരുമ്പോൾ ഇടുക്കം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെങ്കിൽ ഈ അത്യന്ത ശക്തി പകർന്നിരിക്കുമ്പോൾ ഇടുക്കം വരാതെ നമ്മളെ കാക്കുന്ന, ഏതവസ്ഥയിലും നമുക്ക് ദൈവത്തിന്റെ ആ വചനത്തിന്റെ പ്രത്യാശയിൽ നിലനിൽക്കുവാൻ നമ്മെ കരുത്തുറ്റതാക്കുന്നതാണ് ഈ ദൈവശക്തി. ഹല്ലേലൂയ. ഏത് രോഗത്തിന്റെ അവസ്ഥകളിലും അതിനെ അതിജീവിക്കുന്ന ബലം നൽകുന്നതാണ്. നമ്മുടെ മേൽ ദൈവത്തിന്, കർത്താവിന് അംഗീകരണവും അനുവാദവും ഉള്ളതുപോലെ തന്നെ നമ്മുടെ മേൽ അനുവദിക്കുന്നതിനും ദൈവത്തിന് അംഗീകരണമുണ്ട്. രോഗമായിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ, ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, അനാരോഗ്യമായിക്കൊള്ളട്ടെ, ദൈവം അനുവദിക്കാതെ തലയിൽ ഒരു മുടി കൊഴിയുന്നില്ല. ഒരു മുടി കൊഴിയുന്നില്ല. അവിടുന്ന് അറിയാതെ എൻ്റെ ജീവിതത്തിൽ അതെല്ലാം എന്നെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ, എന്നെ ശുദ്ധീകരിച്ച് ആത്മാവും പ്രാണനും ദേഹവും അശേഷം ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവം എനിക്ക് തരുന്ന ശിക്ഷണമാണ് അതെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. അതാണ് ദി ജെനുവിനിറ്റി, ടെസ്റ്റിംഗ് ദി ജെനുവിനിറ്റി ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ പരിശോധന. വിശ്വാസം ഉണ്ടോന്നല്ല,
ഞാൻ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം ജെന്യുവിൻ ആണോ എന്നാണ് പരിശോധിക്കുന്നത്. അത് കറക്റ്റ് ആണോ എന്ന്. അതിന് പരീക്ഷ ഉണ്ട്, പരിശോധന ഉണ്ട്. ഷ്വർലി ഒരു ദൈവഭക്തരുടെ കർത്താവ് സ്നേഹിക്കുന്ന ഒരു ദൈവപൈതലിന്റെ നേരെ അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ശിക്ഷണത്തിന്റെ പാർട്ടാണ് നമ്മുടെ ജീവിതത്തിൽ. ബഹു കഷ്ടം, അഫ്ലിക്ഷൻ. എന്തുവാ കഷ്ടം? സമയം പോകുന്നില്ല. എന്തുവാ കഷ്ടം? നമ്മൾ പറയുന്ന കഷ്ടം എന്താണെന്നറിയാമോ? ഓ, ATM കാർഡ് കാർ അങ്ങോട്ട് ചെന്ന് കാർഡ് ഇട്ടു, അപ്പൊ പറയൂ ഔട്ട് ഓഫ് ഓർഡർ. വലിയ കഷ്ടം. AC വർക്ക് ചെയ്തില്ല രാത്രി. ക്ലിപ്സിസ് വഴങ്ങിക്കൊടുക്കാത്തത്. അതിന്റെ മൂലപദം കഷ്ടം എന്ന് പറയുന്നേ വഴങ്ങിക്കൊടുക്കാത്തത്. രണ്ട് സൈഡിൽ നിന്നും ചതച്ച് കളയാനായിട്ട്. കണ്ടിട്ടില്ല ചക്കിനകത്തിടുന്നേ? മൂന്നാം റൗണ്ട് ഇടുമ്പോഴും ചിലത് അതിനകത്ത് തന്നെ അതുപോലെ കിടക്കും. ക്ലിപ്സിസ്. ലോകം നിന്നെ ദൈവസ്നേഹത്തിൽ നിന്നും, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യാശയിൽ നിന്നും, ദൈവത്തിന്റെ നാം പ്രാപിച്ച വിശ്വാസത്തിനെതിരെ നമ്മെ വഴക്കാൻ, നമ്മളെ മറിക്കാൻ നോക്കുമ്പോൾ ദൈവവചനത്തെ മുറുകെ പിടിച്ച് അതിനെതിരെ നിൽക്കുമ്പോൾ നാം അനുഭവിക്കുന്ന കഷ്ടതയ്ക്കാണ് ക്രിസ്തീയ കഷ്ടത എന്ന് പറയുന്നത്. അതിന് പ്രതിഫലം ഉണ്ട്. അത് ദൈവത്താൽ നിയന്ത്രിതമാണ്. അത് ദൈവം അനുവദിച്ചതാണ്. ലോകപ്രകാരം നാം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസം, അപ്പോസ്തോലിക് ഡോക്ടറിനെതിരെ, നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനെതിരെ നമ്മളെ വളയ്ക്കാൻ സാഹചര്യങ്ങളിട്ട് ലോകം നമ്മെ കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ ശക്തിയോടെ നിൽക്കുവാൻ ഉള്ള ദൈവകൃപയിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ നാം അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടത്തിനാണ് ക്രിസ്തീയ കഷ്ടത എന്ന് പറയുന്നത്. അതിന് പ്രതിഫലമുണ്ട്. അത് ദൈവത്താൽ നിയന്ത്രിതമാണ്. അടുത്തത് ട്രിബുലം എന്ന് പറയുന്ന ഒരു വാക്കാ, ലാറ്റിൻ. കഷ്ടതയ്ക്ക് ട്രിബുലം ഒരു പദത്തിന് തന്നെ 2-3 അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ഭാഷയിലുണ്ടല്ലോ, ഇംഗ്ലീഷിലുണ്ടല്ലോ. ഒരു പദത്തിന് തന്നെ 3-4 അർത്ഥമുണ്ട്. ട്രിബുലം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. മെതിവണ്ടി എന്നൊരർത്ഥം. മെതിവണ്ടി. എന്തോ മെതിവണ്ടി? ഡിസ്ക്രിപ്ഷൻ പറയുന്നില്ല, കാരണം സമയമില്ലല്ലോ. ധാന്യം ഈ നെൽമണികളോ അല്ലെങ്കിൽ ഗോതമ്പ്, ഇതൊക്കെ ധാന്യം മെതിച്ചു കഴിയുമ്പോൾ അതിനെ ഉതിർന്നെടുക്കാനായിട്ട്, മെതിച്ചെടുക്കാനായിട്ട് ചെയ്യുന്നതാണ് വലിയ ചക്രത്തിന്മേൽ വണ്ടി കയറ്റിക്കൊണ്ട് പോവാ. ഇരുമ്പ് സാധനങ്ങളും അല്ലെ നല്ല തടി കഷ്ണങ്ങളും ഒക്കെ വെച്ചിട്ട് അത് അതിന്റെ പരുവത്തിന് ഓരോന്നിനും ഓരോ ടൈപ്പിൽ വെച്ചേക്കുക. കഷ്ടതയ്ക്കും ട്രിബുലോ എന്നാ പറയുന്നത് ലാറ്റിനിൽ. കഷ്ടതയ്ക്കും ട്രിബുലോ എന്ന്, മെതിവണ്ടിക്കും ട്രിബുലോ എന്ന് പറയും. ഞാൻ ഒരു വാക്യം വായിക്കുകയാണ്. യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. യെശയ്യാ പ്രവചനം 28-27. മെതി കറക്റ്റ് ടൈം ആകുമ്പോ 6:15 6:10 ഞാൻ നിർത്തും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴേലും ബാക്കി ഞാൻ പറയും. മെതിവണ്ടി കൊണ്ട് കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്ര ഉരുട്ടുന്നില്ല. കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുക അത്രേ ചെയ്യുന്നത്. മെതിക്കയിൽ ധാന്യം ചതച്ചു കളയുമോ? കളയാറുണ്ടോ? അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലല്ലോ. എന്തോ മനസ്സിലായി? നിന്റെ ഈ കഷ്ടതയുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ നിന്നെ കരിഞ്ജീരകത്തിന്റെ പാർട്ടാണ്, അല്ലെ കരിഞ്ജീരകത്തിന്റെ അത്രയും നിനക്ക് ശക്തിയുള്ളെങ്കിൽ നിന്റെ മേൽ മെതിവണ്ടി കയറ്റത്തിൽ നിന്നെ കോൽ കൊണ്ട് തല്ലിയെടുക്കുക അത്ര ചെയ്യുന്നു. നീ വിശ്വാസത്തിൽ ധൈര്യവും ദൈവകൃപയിൽ ആശ്രയിച്ച വിശ്വാസത്തിന്റെ
ജെനുവിനിറ്റിയിൽ പിടിച്ചു നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിന്നെ മെതിവണ്ടി കയറ്റുമെന്ന്. നീ നിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ നീ ചതഞ്ഞു പോകുമെന്ന് സ്വർഗത്തിന്റെ ആ മുൻ അറിവിലുണ്ടെങ്കിൽ നിന്നെ ഒരു കാരണവശാലും മെതിവണ്ടി കയറ്റത്തില്ല. മനുഷ്യർക്ക് നേരിട്ടിട്ടല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പരീക്ഷയോടുകൂടി പോക്കുവഴി. ഒരു കാരണവശാലും മെതിവണ്ടി കയറ്റത്തില്ല. എല്ലാ ദൈവമക്കളും അടിക്കുറിപ്പിട്ട് അടിവരയിട്ട് വിശ്വസിക്കേണ്ടതാ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കർത്താവേ, ഞാൻ ചതഞ്ഞു പോകുവാൻ അവിടുന്ന് സമ്മതിക്കുന്നില്ലല്ലോ. ഞാൻ ചതഞ്ഞു പോകുവാൻ സമ്മതിക്കുന്നില്ലല്ലോ. അങ്ങനെ ചതയാൻ, അങ്ങനെ ചതഞ്ഞു പോകുമെന്ന് ഞാൻ എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ കഷ്ടതയുടെ, എൻ്റെ രോഗത്തിന്റെ, എൻ്റെ ബുദ്ധിമുട്ടിന്റെ നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ എത്ര തുഴഞ്ഞിട്ടും വഞ്ചി പോകുന്നില്ലെന്ന് തോന്നുന്ന അവസ്ഥയാണോ, ആഴത്തിൽ പതിക്കുന്ന അവസ്ഥയാണോ, ഒരിക്കലും നിന്നെ ചതച്ചു കളയാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരിക്കലും. ബഹു കഷ്ടം, ഹല്ലേലൂയ, കഷ്ടം സഹിക്കേണ്ടി വന്നാലും അതിന്റെ മധ്യത്തിൽ നിന്നെ പിടിച്ചു നിർത്തുന്ന ദൈവകൃപ, അത് തന്നിട്ട് മാത്രമേ നിന്റെ മേൽ മെതിവണ്ടി കയറ്റുവാൻ ദൈവം അനുവദിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നിന്നെ കോൽ കൊണ്ട് തല്ലിയെടുക്കുക അത്രേ ചെയ്യുന്നത്. ഹല്ലേലൂയ. ആകയാൽ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും മക്കതോന്യ സഭകളെ കുറിച്ച് പറയുന്നത് എന്തുവാ? 2 കൊരിന്ത്യൻസിലെ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ മക്കതോന്യ സഭകളെ കുറിച്ച് പറയുന്ന കാര്യത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി, സന്തോഷം, മുഖത്തൊക്കെ നോക്കുന്ന ഉടനെ എന്തോ പറ്റി, പനിയാന്നോ, നമ്മളെ നോക്കുമെന്ന് ആൾക്കാർ യോഗ കഴിഞ്ഞ് ചെല്ലുമ്പോ മുഖം ഏതാണ്ട് എന്തുവാ കടന്നിൽ കുട്ടികൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ലോകക്കാർ ഓർക്കുന്ന എന്തോ പുള്ളിക്ക് ഏതാണ്ട് പനിയോ ജ്വരോ ഏതാണ്ടെന്ന്. അല്ലെന്ന്, യോഗം കഴിഞ്ഞ് പോവാ. നമ്മളെ ശ്രദ്ധിക്കുമെന്ന് ആൾക്കാര്. നമ്മളോർക്കും ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന്. അയൽവക്കക്കാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാ? അവരെ എങ്ങനെ ഇരിക്കുന്നു, അവരുടെ സന്തോഷം എങ്ങനെ ഉണ്ട്. ഈ പ്രശ്നം വന്നിട്ട് കണ്ടിട്ടില്ല ചിലരെ കുറിച്ച് പറയുന്നേ, എടാ ഇവന്റെയൊക്കെ ധൈര്യം, ഇവന്റെയൊക്കെ മുഖത്തെ സന്തോഷം, എന്താ കാര്യം? മച്ച് അഫ്ലിക്ഷൻ, ബഹു കഷ്ടം. മക്കതോന്യ സഭയ്ക്ക് ഈസി ചെയറാണോ? യഹൂദന്മാരാൽ കഷ്ടം, ചുറ്റും നിൽക്കുന്നവരാ കഷ്ടം. ഇവിടോ എന്തോ കഷ്ടം. നമ്മുടെ കഷ്ടമൊന്നും പറയണ്ട, അത് പെരുപ്പിച്ച് ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, അവരുടെ സന്തോഷ സമൃദ്ധി, മഹാദാരിദ്ര്യം, ധാരാളം ഔദാര്യം കാണിക്കും. മഹാദാരിദ്ര്യത്തിൽ എങ്ങനെ ഔദാര്യം കാണിക്കുന്നേ? നമുക്ക് മനസ്സിലാകാത്ത കോൺട്രവേഴ്സൽ ആണത്. മഹാദാരിദ്ര്യം, ഒന്നും എടുക്കാനില്ല, ഒന്നും ഇല്ലെന്ന്. എപ്പോ എല്ലാരും കൂടെ ചെന്ന് കഴിഞ്ഞാച്ച എന്നാ ഇച്ചിരി പൈസ കൊടുക്കാം ഈ പുള്ളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുമില്ലയോ, കുറച്ച് ദിവസം ആയാലും അസുഖമായിട്ട് കിടക്കുമല്ലയോ, എന്നാ ഇച്ചിരി പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് സഭക്കാരെല്ലാം കൂടെ പിരിച്ച് ഇച്ചിരി പൈസയായിട്ട് ചെന്ന് കൊടുത്തു കഴിയുന്നോണ്ടേ, അയ്യോ ഇത് വേണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞേച്ച് ഇപ്പുറത്തെ പോക്കറ്റിൽ നിന്ന് ഒരു കവർ എടുത്ത് അങ്ങോട്ട് കൊടുത്തു. ഇറങ്ങിയ ഉടനെ സെക്രട്ടറി ഒക്കെ ചോദിക്കുക, എന്തുവാ പുള്ളിക്കാരൻ ചാക്കോച്ചൻ തന്നത്? എന്തുവാന്ന ഒരു കവറ്, 2500 കൊടുത്തത്. അപ്പം അത് വേണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടേ, അല്ല പാസ്റ്റർമാരൊക്കെ വരുന്നുണ്ട്, ഉപദേശിമാരൊക്കെ വരുന്നുണ്ടേ, ഞങ്ങൾ വലിയപ്പച്ചന്മാരുടെ കാലം തുടങ്ങിയുള്ള ഒരു പതിവാണ് എന്തെങ്കിലും കൊടുത്തു വിടുക എന്നുള്ളത്. അത് എന്തുവാന്നേലും വെളിയിൽ ഇറങ്ങിയോണ്ടേ കവർ പൊട്ടിച്ച് നോക്കണ്ടേ 3000 രൂപ കൊടുത്തത് 2500 എന്ന് പറഞ്ഞ റേഷൻ മേടിക്കട്ടെന്ന് കണ്ടോണ്ട് തിരിച്ചു കൊടുത്ത 3000 രൂപ. മഹാദാരിദ്ര്യം പക്ഷെ ഔദാര്യം കാണിക്കാനായിട്ട് സംഗതിയായിരുന്നു. ഇത് നമ്മൾ പറയുന്നത് എന്തുവാ? പിള്ളേരൊന്നും അയക്കുന്നില്ല കേട്ടോ, വലിയ ഞെരുക്കുക. റബ്ബറിനൊന്നും വിലയില്ല.
നിന്റെ റബ്ബറിന് വില കുറഞ്ഞു എന്നൊന്നും ദൈവത്തിന്, നിന്റെ മനസ്സാണ് നോക്കുന്നത്. മഹാദാരിദ്ര്യത്തിലും അത് കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ എന്റെ റീസൺ എന്ന്? മുമ്പേ അവർ ദൈവത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചെന്ന്. ഹല്ലേലൂയ. ബഹു കഷ്ടം തീർന്നു. അയാള് 6:15 ഇനി എപ്പോഴേലും അതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ പറയാം. ഓർത്തിരുന്നാൽ മതി. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മഹാസന്തോഷത്തോടെ ദൈവവചനമായി ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും കർത്താവെ അതിനുള്ള കൃപ തരണേ ഞങ്ങൾക്ക്. ഞങ്ങൾ പറയുകയല്ല, അതിൽ സഹിക്കാനുള്ള കൃപ തരണേ. ഞങ്ങളെ മെതി കൊണ്ടുകൊണ്ട് കയറ്റാതെ കോലുകൊണ്ട് തല്ലിയെടുക്കും. അവിടുത്തെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. Praise the Lord.